ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് വേണ്ട പ്രേക്ഷകർക്ക് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സെയിൽസ് ടീമിൻ്റെ നമ്പർ, എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ലിങ്ക് ആൻഡ് ഇതെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് എൻ്റെ മറ്റൊരു ചാനലായ എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111 ഇവിടെ പിക്കപ്പ് കാർഡ് റീഡിങ്സ് ആസ് വെൽ ആസ് ആ ഒരു ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഏറെ സ്വിച്ച് വേർഡ്സ് ആൻഡ് ഹീലിംഗ് നമ്പർ വീഡിയോസ് അവൈലബിൾ ആണ്. കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ടുഡേയ്സ് റീഡിംഗ്. ഇന്നത്തെ ദിവസം പ്രേക്ഷകരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, ബിക്കോസ് എവിടെയോ പ്രേക്ഷകരുടെ ഇമോഷൻസ് ബാലൻസ്ഡല്ല. ഓക്കെ, ബാലൻസ് അല്ലാത്തതുകൊണ്ട് തന്നെ വഴക്കുകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ബഹളങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, അത് ചെറിയ രീതിയിലാകാം, വലിയ രീതിയിലാകാം. ചില മെമ്പേഴ്സിന് അവരുടെ മനസ്സിൽ തന്നെ മെൻറ്റൽ സ്പേസിൽ തന്നെ ഏറെ ബാക്ക് ആൻഡ് ഫോർത്ത് തോട്ട്സ് വന്നു പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ, സോ ഇമോഷൻസ് ബാലൻസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എത്ര പ്രേക്ഷകർ ബാലൻസ്ഡ് ആണോ അത്രയും നിങ്ങളുടെ ലൈഫിലെ ഡേ ടു ഡേ വർക്ക് വളരെ സ്മൂത്ത്ലി നടക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തിനെയും ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെ പ്രേക്ഷകരുടെ ഹെൽത്ത് നേരെയല്ല, ഓക്കെ, ഏതൊക്കെ പ്രേക്ഷകരുടെ ഹെൽത്തിൽ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടോ അവിടെ നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഏറെ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ സ്ട്രെസ് ഉള്ള പ്രേക്ഷകർ നിങ്ങൾ ഏറെ വീടിന് പുറത്ത് ഓക്കെ പോകുക. അത് നിങ്ങളുടെ ഗാർഡൻ ഉണ്ടെങ്കിൽ ഗാർഡനിൽ പോകാം, സിറ്റ് ഔട്ട് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പോകാം. സോ നിങ്ങളുടെ മൂവ്മെൻറ്റ്, ഓക്കെ, നിങ്ങളുടെ ഫിസിക്കൽ മൂവ്മെൻറ്റ് നിങ്ങളുടെ മെൻറ്റൽ സ്റ്റെബിലിറ്റിയുമായിട്ട് അലൈൻഡ് ആണ്. എത്ര നിങ്ങൾ മെൻ്റലി ഓർ ഫിസിക്കലി മൂവ് ചെയ്യുന്നോ അത്രയും മെൻ്റലി നിങ്ങൾ സ്റ്റേബിൾ ആകുന്നതാണ്. ഓക്കെ, സ്റ്റേബിൾ ആകുക ഇൻ ദ സെൻസ് നിങ്ങളുടെ സ്ട്രെസ് റിലീസ് ആകും, നിങ്ങളുടെ ഓവർ തിങ്കിങ് മാറും, ഹാപ്പിനെസ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുന്നതാണ്. പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങളുടെ വിജയം അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ അതിൽ ശ്രദ്ധ വെക്കൂ. ഓക്കെ, ലൈഫിൽ എല്ലാ ദിവസവും പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഗോൾ എന്താണ്? അറ്റ് ലാസ്റ്റ് നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഓക്കെ, അതിനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് പറയുന്നത്. 3 ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങളുടെ ഗോൾ ഇപ്പോൾ ഒത്തിരി ദൂരെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. ഓക്കെ, നിങ്ങൾ ഏറെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകാം, ഏറെ വർഷം കൊണ്ട്, ചിലർ 3 വർഷം, ചിലർ 4 വർഷം. ഓക്കെ, നിങ്ങൾ കണ്ടിന്യൂസ്ലി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അതിൻ്റെ റിവാർഡ്സ് ലഭിക്കുന്നില്ല. മനസ്സിലാക്കുക, നിങ്ങളുടെ റിവാർഡ്സ് ലോങ് ടേം ആണ്. ഓക്കെ, ഏതൊക്കെ പ്രേക്ഷകർക്ക് പെട്ടെന്ന് റിവാർഡ്സ് കിട്ടുന്നോ അവരുടെ പെട്ടെന്ന് കാര്യങ്ങൾ നിന്നു പോവുകയും ചെയ്യും. ഏതൊക്കെ പ്രേക്ഷകരുടെ റിവാർഡ്സ് ഏറെ ടൈം എടുക്കുന്നോ അത് ഏറെ നാൾ നിൽക്കുകയും ചെയ്യും. ഓക്കെ, സോ നിങ്ങളുടെ എന്ന് പറയുന്നത് ലോങ് ടേം ഗോൾസ് ആണ്, ലോങ് ടേമിൽ നിന്ന് വരുന്ന റിവാർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ പെതുക്കെ മുന്നോട്ട് പോകൂ എന്നതാണ് പറയുന്നത്. 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഹാർഡ് വർക്ക് നല്ലതുപോലെ ചെയ്യൂ. ഇനിയും പ്രേക്ഷകർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യൂ. നിങ്ങൾക്ക് എത്ര ജോലി ചെയ്യാൻ പറ്റും അത്രയും ചെയ്യൂ എന്നതാണ് പറയുന്നത്. കാരണം ഇത് നിങ്ങൾക്ക് റിവാർഡ് മാത്രമല്ല, നിങ്ങളുടെ പേര്, നിങ്ങളുടെ റെപ്യൂട്ടേഷൻ സൊസൈറ്റിയിൽ വർദ്ധിപ്പിക്കുന്നതാണ്. ഓക്കെ, അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ ഇതുവരെ ജീവിച്ച് വന്ന ഒരു ജീവിതമല്ലായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു പക്ഷേ ആരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരു കാലത്ത് നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് എല്ലാവരും വന്ന് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. സോ ആ ഒരു ഷിഫ്റ്റ് ഓൾറെഡി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, സോ അതിനെ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ടെടുക്കൂ എന്നതാണ് ഡിവൈൻ പറയുന്നത്. പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എന്ത് ഓപ്പർച്യൂണിറ്റി വരുന്നോ ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യും. ഓക്കെ, ചെറുതായിക്കോട്ടെ, വലുതായിക്കോട്ടെ, ഗുണമുള്ളതായിക്കോട്ടെ, ഗുണമില്ലാത്തതായിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ അടുത്തൊരു കാര്യം വരുന്നുണ്ടെങ്കിൽ അത് ചെയ്തു നോക്കുക, യെസ് പറഞ്ഞ് നോക്കുക.
ഓക്കെ, 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൊലാബറേഷൻ്റെ ആവശ്യമുണ്ട്. ദാറ്റ് ഈസ്, നിങ്ങൾ ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ടീം വർക്ക് ആയിരിക്കണം. നിങ്ങൾ എത്ര ടീം വർക്കിൽ ജോലി ചെയ്യുന്നോ അത്രയും സക്സസ്ഫുൾ നിങ്ങൾ ആയിരിക്കുന്നതാണ്. സ്ട്രെങ്ത് കാർഡ് ആണ് വന്നത്. പ്രേക്ഷകരുടെ കയ്യിൽ ഏറെ സ്ട്രെങ്ത് അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾ ഏറെ ധൈര്യമുള്ളവരാണ്. ആ ധൈര്യത്തെ അതേപോലെ നിലനിർത്തൂ, കോൺഫിഡൻസ് വളർത്തൂ എന്നതാണ് പറയുന്നത്. ഓക്കെ, കോൺഫിഡൻസ് എപ്പോഴാണ് വർദ്ധിക്കുന്നത്? നിങ്ങളുള്ള ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ ആ ആൾ തിരികെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരുമ്പോൾ അതൊരു കോൺഫിഡൻസിൻ്റെ ഭാഗമാണ്. ആ കോൺഫിഡൻസ് വളരുകയാണ് അവിടെ. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ആണ്, അതുപോലെ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഫർമേഷൻസ് കൊടുക്കാം. ഓക്കെ, സ്വിച്ച് വേർഡ് ചൊല്ലാം, ഡിവൈൻ ഷൈൻ എന്നുള്ള സ്വിച്ച് വേർഡ് ചൊല്ലാം, അല്ലെങ്കിൽ അഫർമേഷൻ കൊടുക്കാം, ക്രിസ്റ്റൽ ഹോർസ് എന്നുള്ള ഒരു സ്വിച്ച് വേർഡ് ചൊല്ലാം. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് ആൻഡ് സ്ട്രെങ്ത്തിനെ വളർത്തുന്നതാണ്. പിന്നെ വരുന്നത് കിങ് ഓഫ് സ്വോർഡ് ആണ് ആൻഡ് ഹാക്മാൻ ആണ്. പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങളുടെ ഹെഡ് സ്പേസ് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഏറെ കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഏറെ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നടക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് നിങ്ങളുടെ സ്പേസ്, ആ സ്പേസിനെ ക്ലിയർ ചെയ്ത് വെക്കൂ. സോ ദാറ്റ് ആർക്കേഞ്ചൽ ഗേബ്രിയൽ നിങ്ങളെ സഹായിക്കുന്നതാണ് വിത്ത് കമ്മ്യൂണിക്കേഷൻസ്. ഓക്കെ, സോ നിങ്ങളുടെ ഇൻ്റലിജൻസിനെ ഗ്രൗണ്ട് ചെയ്യാനും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആക്കാനും ആർക്കേഞ്ചൽ ഗേബ്രിയലുടെ സഹായമാണ് നിങ്ങൾക്കുള്ളത്. ഹാങ്മാൻ ആണ് വന്നത്. ഏതൊരു കാര്യവും വ്യത്യസ്ത രീതിയിൽ ചെയ്യുമ്പോഴാണ് അതിന് ഒരു ഊർജം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് വരുന്നത്, ആ ബ്രാൻഡ് ഡെവലപ്പ് ആവുന്നത്, ആ സ്റ്റോർ ഡെവലപ്പ് ആവുന്നത്. സോ ഇവിടെ പറയുന്നത് ദാറ്റ് പുതുതായി രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുക, എത്ര ചിന്തിക്കാൻ പറ്റുമോ അത്രയും ചെയ്യുക എന്നതാണ് പറയുന്നത്. പ്രേക്ഷകർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ഓബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ചസ്, അവിടെ അത് മാറ്റങ്ങൾ വരുന്നുണ്ട്. ബിക്കോസ് അവിടെ ഹോപ്പാണ് കാണിക്കുന്നത്. ഓക്കെ, മാറ്റങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ഹൈ ആണ്, ഇൻറ്റ്യൂഷൻ ഹൈ ആണ്. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. സോ ഇന്നത്തെ ദിവസം എന്ത് ഡിസിഷൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുന്നു, നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നു, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ത് പറയുന്നു, ആൻഡ് എന്താണ് സത്യം, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടത്, അതിലാണ് പ്രേക്ഷകർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത്. ഓക്കെ, ട്രൂത്ത് വരുന്നുണ്ട്. ചില പ്രേക്ഷകർക്ക് ഒരു സത്യം അറിയുന്നതാണ് ഇന്നത്തെ ദിവസം. അത് ചിലർക്ക് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ചിലർക്ക് ഈസി ആയിരിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ത് പറയുന്നു അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു കാര്യം അറിയുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയും അത് ശരിയായിരുന്നോ അതോ തെറ്റായിരുന്നോ എന്നുള്ളത്. അതിനനുസരിച്ച് വേണം പ്രേക്ഷകർ മുന്നോട്ട് കാര്യങ്ങൾ നീക്കാൻ. ഓക്കെ, സോ ചില പ്രേക്ഷകർക്ക് ഈ ട്രൂത്ത് ഒരാൾ വന്ന് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ചിലർ പറഞ്ഞു തരുന്നതാണ്, ചിലർക്ക് റീഡിങ്ങിൽ നിന്ന് മനസ്സിലാകുന്നതാണ്, ചിലർക്ക് ബൈ കോൾ ഓർ ടെക്സ്റ്റ് മെസ്സേജ് ഈ ഒരു സംഭവം, ഈ ഒരു സത്യം എന്താണെന്നുള്ളത് അറിയുന്നതാണ്. ഓക്കെ ഗൈസ്, സോ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതി ക്ലെയിം ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.